എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് മറിയാമ്മ ജോസഫ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് കണിമംഗലം എന്നാണ്. ഗ്രാമങ്ങൾ എന്നും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകങ്ങളാണ്. ദക്ഷിണ ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിൻ്റെ പ്രാന്ത പ്രദേശമാണ് കണിമംഗലം. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. വലിയാലുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വലിയാലുക്കലാണ് കണിമംഗലത്തിൻ്റെ പ്രധാന കേന്ദ്രം. തൃശ്ശൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണിമംഗലം ശാസ്താ ക്ഷേത്രം പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമാണ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യ പൂരം ഇതാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദേവതകളുടെയും സംരക്ഷകനാണ് കണിമംഗലം ശാസ്താവ്. കണിമംഗലത്ത് കോൾനിലം അതിരുകളാക്കി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് മഴക്കാലത്ത് വെള്ളം ഒഴുകുന്ന പ്രകൃതിദത്തമാണ്. വർഷം മുഴുവൻ പലതരം പഴങ്ങളും പൂക്കളും ഇവിടെ വളരുന്നു. ഏകദേശം 2000-ഓളം പേർ താമസിക്കുന്ന സ്ഥലമാണ് കണിമംഗലം. എല്ലാ മതസ്ഥരും സന്തോഷത്തോടെ സമാധാനത്തോടെയും ഇവിടെ താമസിക്കുന്നു. എടുത്തു പറയത്തക്ക ഒരു ഉത്സവമാണ് കുറുക്കഞ്ചേരി പൂയം. കണിമംഗലത്ത് നിന്ന് കാവടികൾ കുറുക്കഞ്ചേരിക്ക് പോകാറുണ്ട്. അത് വലിയൊരു ആഘോഷമായിട്ടാണ് ഇവിടെയുള്ളവർ കൊണ്ടാടുന്നത്. കണിമംഗലത്ത് ഒരു ചെറിയ LP സ്കൂളും ഒരു ചെറിയ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. കണിമംഗലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെ പാലയ്ക്കൽ സെൻറ് മാത്യൂസ് പള്ളി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ 2 ക്ലബ്ബുകളും ചെറുപ്പക്കാർക്കായി ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. സിനിമാ നടി ഷീലയുടെ വീട് കണിമംഗലത്താണ്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ് കണിമംഗലം. എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.